ഹായ് ഹലോ മോംസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ നമുക്ക് നല്ലൊരു പഴംപൊരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആദ്യം ആവശ്യത്തിനുള്ള മൈദാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതിൻ്റെ കളറൊന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1.5 ടേബിൾ സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഒരു വിസ്ക് കൊണ്ട് ഇതുപോലെ നമുക്ക് കട്ടയില്ലാതെ മാവൊന്ന് കലക്കിയെടുക്കണം, യോജിപ്പിച്ചെടുക്കണം. അതുപോലെ നല്ലപോലെ കട്ടയില്ലാതെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. കണ്ടല്ലോ, നല്ലപോലെ കട്ടയൊന്നുമില്ലാതെ മാവ് കലക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര, അപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര അടുപ്പിച്ചിടുന്നുണ്ട്. അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് കലക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് കറുത്ത എള്ളും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മാവ് കലക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ല പഴുത്ത നാടൻ പഴം കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഒത്തിരി നൈസായിട്ട് വേണമെന്നുള്ളവർക്ക് അങ്ങനെ കട്ട് ചെയ്യാം. കട്ടിക്ക് വേണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു പഴം 3 പീസായിട്ടൊക്കെ മുറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം നമുക്ക്. അപ്പോൾ എനിക്ക് പലഹാരങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് കേട്ടോ പഴംപൊരി. ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ നല്ല പഴുത്തതായിരിക്കണം, പഴുക്കാത്തതാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതെല്ലാം അരിഞ്ഞ് മാറ്റി വെച്ചു. ഇനി നമുക്ക് പാനടുപ്പത്ത് വയ്ക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കും. നല്ല ചെക്കിലാട്ടിയ വെളിച്ചെണ്ണ, ശുദ്ധമായ വെളിച്ചെണ്ണ ഇവിടെ അടുത്ത് കിട്ടും, അതിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടിച്ച് വെച്ചിരിക്കുന്ന പഴം ഈ മാവിലൊന്ന് മുക്കിയതിന് ശേഷം നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ പഴംപൊരി ഇഷ്ടമുള്ളവരെല്ലാം ഒന്ന് പറയണേ. എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. അപ്പോൾ ഇതുപോലെ ഇനി നമുക്കൊന്ന് ഇത് മൂത്ത് കിട്ടട്ടെ. മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടല്ലോ, കോരി മാറ്റാം. ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാം. ഇന്ന് പിന്നെ ഞാൻ വിചാരിച്ച് വീട്ടിൽ പഴം ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ പിന്നെ എന്തായാലും അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുള്ള നല്ലൊരു 4 മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങൾക്കും എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. ബായ്.